കായികമേളയിൽ പ്രതിഷേധിച്ചതിന് 2 സ്കൂളുകളെ വിലക്കിയ നടപടി പിൻവലിക്കും. സ്കൂളുകളുടെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർ ബേസിൽ സ്കൂളുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. സ്കൂൾ കായികമേള അലങ്കോലപ്പെടുത്തിയതിൽ 3-അംഗ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു നാവാമുകുന്ദ മാർ ബേസിൽ സ്കൂളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. വിലക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനും മുഖ്യമന്ത്രിക്കും സ്കൂൾ അധികൃതർ അപേക്ഷ നൽകി. ഈ അപേക്ഷ പരിഗണിച്ചാണ് വിലക്ക് പ്രഖ്യാപിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ പുനഃപരിശോധിക്കാനുള്ള തീരുമാനം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡിവൈഎഫ്ഐയും വിലക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. രണ്ടു കൂട്ടരും ചെയ്ത കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ള നിലയിൽ 2 കൂട്ടരും കത്ത് തരികയും അന്വേഷണ കമ്മീഷൻ മുമ്പാകെ അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ കുട്ടികളുടെ ഭാവി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ കുട്ടികളുടെ ഭാവിയെ മാനിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത നടപടിയാണല്ലോ. ആ നടപടി വീണ്ടും നടപടിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു തീരുമാനം എടുക്കണമെങ്കിൽ മറ്റ് കുറച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമല്ലോ. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പറഞ്ഞത്. കുട്ടികളുടെ ഭാവിയെ ബാധിക്കാത്ത നിലയിലുള്ള തീരുമാനം കൈക്കൊള്ളും. അവസരമില്ലാതാക്കരുതെന്ന വിദ്യാർത്ഥികളുടെ അപേക്ഷയും തീരുമാനം മാറ്റാൻ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രേരിപ്പിച്ചു. സ്പോർട്സ് സ്കൂളുകളെയും മറ്റ് സ്കൂളുകൾക്കൊപ്പം ഒരേ വിഭാഗത്തിൽ പെടുത്തിയതോടെ തിരുനാവായ നാവാമുകുന്ദ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതാണ് കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.